രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ പരാതി പറഞ്ഞ് രംഗത്തെത്തിയ ഹണി ഭാസ്കറിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. അതിനെതിരെ ഹണി സൈബർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സൈബർ ആക്രമണത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. 9 പേർക്കെതിരെയാണ് കേസെടുത്തത്. തിരുവനന്തപുരം സൈബർ പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. പ്രതികൾ സമൂഹമാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരും. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനടക്കം കേസെടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയതിന് പിന്നാലെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം ഹണി ഭാസ്കറിനെതിരെ നടന്നിരുന്നു. അതിനുശേഷമാണ് അവർ പരാതി നൽകിയിട്ടുള്ളത്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, എന്താണ് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ജിൽസി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുറന്നു പറച്ചിൽ നടത്തിയ പ്രവാസിയും എഴുത്തുകാരിയുമായിട്ടുള്ള ഹണി ഭാസ്കറിനെതിരെ സമൂഹ മാധ്യമത്തിലൂടെ വലിയ തരത്തിലുള്ള അധിക്ഷേപമാണ് നടക്കുന്നത്. അവരുടെ സ്വകാര്യതയിലേക്കടക്കം സമൂഹ മാധ്യമത്തിലൂടെ കടന്നു കയറിക്കൊണ്ടുള്ള അതിരൂക്ഷ വിമർശനം ഈ സമൂഹ മാധ്യമത്തിലൂടെ ചില പ്രൊഫൈലുകളിൽ നിന്ന് നടക്കുന്നുണ്ട്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ സൈബർ പോലീസ്, തിരുവനന്തപുരം സൈബർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 9 പേർക്കെതിരെയാണ്, 9 പ്രൊഫൈലുകൾക്കെതിരെയാണ് ഇപ്പോൾ സൈബർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ച വിവിധ വകുപ്പുകളടക്കം ചുമത്തിയാണ് ഇപ്പോൾ ഈ പരാതിയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവിധ പ്രൊഫൈലുകളുണ്ട്. അതിനകത്ത് ചില ആളുകളുടെ പേരടക്കം പറഞ്ഞുള്ള കാര്യങ്ങൾ കൂടി എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹണി ഭാസ്കറിനെതിരെ ചില പ്രൊഫൈലുകളിൽ നിന്ന് നിരന്തരം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടക്കുന്നു. അവരുടെ സ്വകാര്യതയിലേക്കടക്കം കടന്നു കയറിയുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നു. അവരെ വ്യക്തിയധിക്ഷേപം നടത്തുന്നു. അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള അധിക്ഷേപങ്ങൾക്ക് സമൂഹ മാധ്യമത്തിലൂടെ ഹണി ഭാസ്കർ ഇരയാകുന്നുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ അവർ പരാതി നൽകിയിരുന്നു. അവരുടെ പരാതിയിൽ ഗൗരവത്തിൽ ഇടപെടണമെന്ന മുഖ്യമന്ത്രി അടക്കം DGPക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം കൂടി കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ സൈബർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർച്ചയായിട്ട് ഈ രീതിയിൽ ഹണി ഭാസ്കറിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുറന്നുപറച്ചിൽ നടത്തിയതിന് പിന്നാലെയാണ് ഹണി ഭാസ്കറിനെതിരെ അതിരൂക്ഷ വിമർശനം സൈബർ ഇടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ തന്നെയാണ് പോലീസിന്റെയും തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 9 പ്രൊഫൈലുകൾക്കെതിരെ സൈബർ പോലീസ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.